Good evening, everybody, dear students. നമ്മൾ ഹയർ സെക്കൻഡറി +1 എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ റെക്കോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സുവോളജിയുടെ ഡ്രോയിങ്സും റൈറ്റിംഗ് പാർട്സും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് റെക്കോർഡ് വർക്ക് ഈ ഒരു വെക്കേഷനിൽ തീർക്കുന്ന രൂപത്തിലാണ് ഞാൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏതൊക്കെ ഡയഗ്രാംസ് വരയ്ക്കേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പോവാണ്. ഞാൻ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ കരുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. അതേപോലെ ഒരു പെൻസിൽ കൂടെ കരുതുക. അതുകൂടെ തയ്യാറായിട്ടാണ് നിങ്ങൾ ഇരിക്കേണ്ടത് ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ട രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ തന്നിരിക്കുന്ന റെക്കോർഡ് ബുക്കും അതേപോലെ പെൻസിലും ആണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ ഡയഗ്രാംസ് ആണ് വരയ്ക്കാനുള്ളത്, അതിന്റെ ക്രമം എന്താണ്, അതേപോലെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റെക്കോർഡിന്റെ ലാബ് മാനുവൽ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷമാണ് ഞാൻ അതിന്റെ വരയ്ക്കുന്ന രീതികളൊക്കെ പറയുന്നത്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഞാൻ PDF-ലൂടെ കടന്നു പോകാം. നമ്മള് ഹയർ സെക്കൻഡറിയുടെ ലാബ് മാനുവലിന്റെ PDF-ലൂടെ. ഈ PDF നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ ഇതാണ് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പുതിയ ലാബ് മാനുവൽ അല്ലെങ്കിൽ പുതിയ പ്രാക്ടിക്കൽ സ്കീം എന്ന് പറഞ്ഞ ചെറിയ മാറ്റങ്ങൾ പഴയുന്നതുണ്ടാകും. അപ്പോ ഏതായാലും പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കണ്ടുള്ള ലാബ് മാനുവൽ അല്ലെങ്കിൽ ആ ഒരു PDF തന്നെ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അതുകൊണ്ട് സ്ക്രീന് വിസിബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പൊ സുവോളജി ഹയർ സെക്കൻഡറി ലാബ് മാനുവൽ ആണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ ലാബ് മാനുവലില് ഫസ്റ്റ് +1 പ്രാക്ടിക്കൽസ്, അതായത് നിങ്ങൾ നേരത്തെ 1ാം വർഷം പഠിച്ച കാര്യങ്ങളൊക്കെയാണ് പ്രാക്ടിക്കലിൽ ഉൾപ്പെടുത്തേണ്ടത്. +1 പ്രാക്ടിക്കൽസ് ഇൻഡെക്സിൽ എങ്ങനെയാണ് വരുന്നത് പ്രധാനമാണ് പറഞ്ഞിരുന്നത്. ഇൻഡെക്സിൽ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിന്റെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് തുറക്കുക. അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡെക്സിന്റെ പേജസ് ഉണ്ടാവും. ഇൻഡെക്സ് എഴുതാനുള്ള പേജ്, ഫസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള പേജാണ്. സ്കൂളിന്റെ പേര്, നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ ഒക്കെ എഴുതാനുള്ളത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കാണാൻ പറ്റുക ഇൻഡെക്സ് എഴുതാനുള്ള പേജസ് ആണ്. ആ പേജ് ഐ തിങ്ക് 4 പേജസ് അതെ. ആ 4 പേജസ് കഴിഞ്ഞാല് പിന്നെ വരുന്ന ആദ്യത്തെ ആവശ്യമില്ലാതെ ഈ സ്ക്രീനിന്റെ മുകളിൽ ഇങ്ങോട്ട് വരേണ്ട കേട്ടോ. ഞാനത് ഒഴിവാക്കി തരാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഇൻഡെക്സിന്റെ പേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഫസ്റ്റ് ബ്ലാങ്ക് പേജിൽ നിങ്ങൾ +1 പ്രാക്ടിക്കൽസ്, ഞാനത് നിങ്ങളുടെ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് വെച്ച പോലെ തന്നെ കണക്കാക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും അതേപോലെ റൈറ്റ് സൈഡും ഉള്ള രൂപത്തിൽ തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ +1 പ്രാക്ടിക്കൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെഡിങ് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ സെന്ററിൽ എഴുതിയാൽ മതി. നിങ്ങൾ എങ്ങനെയാണോ എഴുതേണ്ടത് അതേപോലെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജ് നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ പേജ് മറിച്ച് വെക്കുക. പേജ് മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ പെൻസിൽ കൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. ഒരു ഭാഗം ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിന്നെ റെക്കോർഡ് ബുക്ക് അത് ബ്ലാങ്ക് ആണ്. റൈറ്റ് സൈഡിലാണ് നിങ്ങൾ ഇൻവെർട്ടിബ്രേറ്റ്സ് എഴുതേണ്ടത്. ഇതാണ് ഫസ്റ്റ് വരുന്നത്, ഇൻവെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, ഇൻവെർട്ടിബ്രേറ്റ്സ് എഴുതാം. ഫസ്റ്റ് ഇയറിന്റെ പാർട്ടാണ്, അറിയാം. അപ്പൊ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏതൊക്കെ ഓർഗാനിസംസ് നമ്മൾ വരക്കുന്നു, അതിന്റെ നോട്ട്സ് എന്തൊക്കെ എഴുതേണ്ടത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വരക്കാൻ പോകുന്നത് ഹൈഡ്ര ആണ്. നിങ്ങൾക്ക് അടുത്ത പേജ് മറിച്ചതിന് ശേഷം അതിൽ നോട്ട് ചെയ്ത് വെക്കാം ഹൈഡ്ര എന്ന്. അപ്പൊ ഹൈഡ്ര എന്നുള്ളത് നിങ്ങൾ ഡയഗ്രാം വരയേണ്ടത് റൈറ്റ് സൈഡിൽ, അതേപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് എഴുതേണ്ടത് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെയാണ് റെക്കോർഡ് ബുക്ക് നമ്മൾ സംവിധാനിച്ചിട്ടുണ്ടാകുക. അപ്പൊ ഓർമ്മിക്കുക, എങ്ങനെ എഴുതണം എങ്ങനെ വരക്കണം എന്നൊക്കെ ഞാൻ അവസാനം പറയാം. പെൻസിൽ കൊണ്ടാണ് എഴുതേണ്ടത് വരക്കേണ്ടതൊക്കെ ഞാൻ അവസാനം പറയാം, അത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ ഒരു പാർട്ട് എന്തൊക്കെയാണുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഹൈഡ്ര കഴിയുന്നു. ഹൈഡ്ര കഴിഞ്ഞ് വരുന്നത് പിന്നെ ഫാഷ്യോള, ദാറ്റ് മീൻസ് ലിവർ ഫ്ലൂക്ക് ആണ്. ഓക്കെ, അപ്പൊ ലിവർ ഫ്ലൂക്കിന്റെ ഡയഗ്രാം വരയണം. ഈ ഡയഗ്രാം വരയാനുള്ളതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് നോട്ട്സ് എഴുതേണ്ടതുണ്ട്. അപ്പോ നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യ ഭാഗത്ത് വരുന്നത് നോട്ട്സ് ആണ്. രണ്ടാമത്തെ ഭാഗത്ത് റൈറ്റ് സൈഡിലാണ് ഡയഗ്രാം വരിക. ലാബൽ ചെയ്യാനൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് ലാബൽ ചെയ്യണം. ലാബൽ ചെയ്യാതൊന്നും കൊണ്ടുവരരുത്. ഓക്കെ, ഇനി അതേപോലെ അസ്കാരിസ് ആണ് മൂന്നാമത്തെ ഡയഗ്രാം ആയിട്ട് വരുന്നത്. അസ്കാരിസ്, ഹൈഡ്ര കഴിഞ്ഞു, ഫാഷ്യോള കഴിഞ്ഞു, അസ്കാരിസ് കഴിഞ്ഞു. അടുത്തത് ലീച്ച് ഹെറുഡിനേറിയ. ഓക്കെ, ഫൈലം ആനലിഡയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ നോട്ട്സും ഡയഗ്രാം വരുന്നു. നെക്സ്റ്റ് ആനലിഡയിൽ തന്നെ ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ പഠിക്കുകയാണ്. ദാറ്റ് ഈസ് ഫെറക്റ്റുമ, ദാറ്റ് ഈസ് എർത്തുവമാണ് അടുത്ത പരിചയപ്പെടുന്നത്. ദെൻ പ്രോൺ, പിനൈസ്. ഓക്കെ, ആർത്രോപോഡയായിട്ട് ഫൈലം ആർത്രോപോഡയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഫൈലം ആർത്രോപോഡയിലെ ഈ എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അടുത്ത വരാൻ പോകുന്നത് സിൽക്ക് വം, ബാംബിക്സ് ആണ് സയന്റിഫിക് നെയിം. സിൽക്ക് വമിന്റെ ഡയഗ്രാം കാണാം, നോട്ട്സ് വരുന്നു. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നോട്ട്സിലൊക്കെ ചില കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, എക്സാമിന് വരുന്ന പോയിന്റ്സ് ആണ്. എസ്പെഷ്യലി ഇവിടെ സിൽക്ക് വം ഒക്കെ ആണെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ പ്രോണിന് എക്കണോമിക് ഇമ്പോർട്ടൻസ്, ക്യാരക്ടേഴ്സ് ചോദിക്കാം. ഇനി അതേപോലെ തന്നെ എർത്ത് വമിന്റെ ഒന്നും കാണാം. അങ്ങനെ ഓരോന്നില്ല, ചിലതിൽ ക്യാരക്ടർ ആയിരിക്കും, ചിലതിന് എക്കണോമിക് ഇമ്പോർട്ടൻസ്, ചില അഡാപ്റ്റേഷൻ ആയിരിക്കും. അതെങ്ങനെയുള്ള എക്സാം പാറ്റേൺ ഒക്കെ പിന്നെ പരിചയപ്പെടാം. എന്നാൽ ഞാൻ പറഞ്ഞു, ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കണം. ഓക്കെ, ഞാൻ സിൽക്ക് വം പറഞ്ഞു. അടുത്തത് ഏപ്പിസ്, ദാറ്റ് ഈസ് ഹണി ബി. അഗൈൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻസെക്ട് ആണെന്ന് അറിയാം നിങ്ങൾക്ക്. നോട്ട്സ് വളരെ കുറച്ച് 2-3 പോയിന്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് എഴുതണം. ഓക്കെ, ഇനി അതേപോലെ ഫൈല, ആപ്പിൾ സ്നെയിൽ എന്നറിയപ്പെടുന്ന ഫൈലം മൊളസ്കയിലെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഫൈലം മൊളസ്ക കഴിഞ്ഞാൽ അവസാനത്തെ ഇൻവെർട്ടിബ്രേറ്റ് ഫൈലം എന്ന് പറയുന്നത് സ്റ്റാർഫിഷ് ആണല്ലോ. അപ്പൊ ആർത്രോപോഡയാണല്ലോ. ഈ ആർത്രോപോഡയിൽ എക്സാമ്പിൾ ആയിട്ട് സ്റ്റാർഫിഷ് വരുന്നു. സ്റ്റാർഫിഷ് നോട്ട്സും തരുന്നു. ഞാൻ നോട്ട്സ് അതേപോലെ തന്നെ PDF നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ എഴുതിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെ ക്രമത്തിൽ എഴുതണം എന്നുള്ളത് നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. യെസ്, അപ്പൊ ഇത്രയും 10 ഡയഗ്രാംസ് ആണ് ഇൻവെർട്ടിബ്രേറ്റ്സിൽ വരിക. ക്ലിയർ ആണല്ലോ? 10 ഡയഗ്രാംസ്. 10 ഡയഗ്രാംസ് ഏതൊക്കെ ഒന്നുകൂടെ ഓർമ്മിച്ചോളൂ. 10 ഡയഗ്രാംസ് വരുന്നത് ഹൈഡ്ര, അതേപോലെ ഫാഷ്യോള, അസ്കാരിസ്, അല്ലെ? ശേഷം പറഞ്ഞ ഏതാ പറഞ്ഞ ചാറ്റ് ചെയ്യാം. അസ്കാരിസ് കഴിഞ്ഞ ശേഷം ഏതാ പറഞ്ഞ കേട്ടോ നോക്കട്ടെ. ലീച്ച് കഴിഞ്ഞിട്ട് എർത്ത് വം, ഫെറക്റ്റിമ. വെരി ഗുഡ്. ലീച്ച് കഴിഞ്ഞിട്ട് ലിയ പറയുന്നുണ്ട്, ഫെറക്റ്റിമ. ഓക്കെ, പിന്നെ എർത്ത് വം കഴിഞ്ഞ ശേഷം ഫൈലം ആർത്രോപോഡയിലേക്ക് വരുന്നു. പ്രോൺ വരുന്നു. ദെൻ പിനൈസ് വരുന്നു, സിൽക്ക് വം വരുന്നു. എല്ലാം ആർത്രോപോഡ്സ് ആണ്. ശേഷം പൈല വന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റാർഫിഷ്. ഓക്കെ, ഫൈൻ. നിങ്ങൾ കൂടേണ്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. സ്റ്റാർഫിഷ്, ലാസ്റ്റ് സ്റ്റാർഫിഷ്. അപ്പൊ ഇത്രയും വരുമ്പോഴത്തേക്ക് എന്തായി മാറി? നമ്മുടെ ഇൻവെർട്ടിബ്രേറ്റ്സ് കഴിഞ്ഞു. ഇനി നമ്മുടെ റെക്കോർഡ് ബുക്കിലേക്ക് തിരിച്ചു വരുന്നു. ഇതാ
റെക്കോർഡ് ബുക്കിൽ. അടുത്ത പേജിൽ നിങ്ങൾ അടുത്ത പേജ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പേജ് ബ്ലാങ്ക് ആയിരിക്കും, ഒന്നുമില്ല അവിടെ. അടുത്ത പേജ് വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സിൽ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ നേരത്തെ ഇല്ലാത്തൊരു ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞത്, അതായത് നമ്മളൊക്കെ പിന്നെ തൊട്ട് പഴയ ബാച്ചിലൊക്കെ കൊടുത്ത സമയത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഷാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത നിങ്ങൾക്ക് വരാൻ പോകുന്ന ആരാണ്? ഷാർക്കാണ്. അടുത്തത് ഷാർക്ക്. ഓക്കെ, യെസ്, ടടാ പിടിച്ചോ. ഷാർക്കിന് ഡയഗ്രാം വരക്കാനുണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ്, അഡാപ്റ്റേഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ഭാഗമാണ് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് നമ്മൾ ഡയഗ്രാമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞാല് ഷാർക്ക് നിങ്ങൾക്കറിയാം കാർട്ടിലേജിനസ് ഫിഷ് ആണ്. അപ്പൊ അടുത്തത് ആരിലേക്ക് വരുന്നു? ബോണി ഫിഷിലേക്ക് വരുന്നു. വെർട്ടിബ്രേറ്റ്സിൽ അടുത്തത് ആരാണ്? ബോണി ഫിഷ്, രോഹു ആണ്, ലാബിയോ. ഓക്കെ, ലാബിയോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രോഗ്, റാണ. അടുത്തത് കലോട്ടസ്, ഗാർഡൻ ലിസാർഡ്. വേണമെങ്കിൽ റെക്കോർഡിൽ പെൻസിൽ കൊണ്ട് നോട്ട് ചെയ്ത് പോയിക്കോ ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ആ പേജസ് ഒക്കെ തെറ്റിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. ദെൻ അടുത്തത് പീജൻ. കൊളംബ എന്നാണ് സയന്റിഫിക് നെയിം വരുന്നത്, അല്ലെ? റെക്ടോലാഗസ്, റാബിറ്റ്. അപ്പൊ നമുക്ക് ഈ റാബിറ്റ് എത്തുമ്പോഴത്തേക്ക് 6 ഡയഗ്രാംസ് കിട്ടി. 6 ഡയഗ്രാംസ്. അൺഫോർച്ചുനേറ്റ്ലി വെർട്ടിബ്രേറ്റ്സ് നമുക്ക് 6 ഡയഗ്രാംസ് മാത്രമേ വരയ്ക്കാനുള്ളൂ. വൺസ് അഗൈൻ റിപ്പീറ്റ്, ശ്രദ്ധിച്ചോളൂ. ഇതാ ഏതായിരുന്നു? വെയിറ്റ്, ഫസ്റ്റ് ഷാർക്ക് വരുന്നു. പിന്നെ അതിലേക്ക് വരണം രോഹു. ദെൻ അടുത്തത് ഫ്രോഗ്, കലോട്ടസ്, പീജൻ, റാബിറ്റ്, അല്ലെ? ഇത്രയും വരും. ഇത്രയും നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെർട്ടിബ്രേറ്റ്, ഇൻവെർട്ടിബ്രേറ്റ്സ് അവസാനിക്കുകയാണേ. ഓക്കെ, വെർട്ടിബ്രേറ്റ്, ഇൻവെർട്ടിബ്രേറ്റ്, ഓക്കെ, അവസാനിക്കാം. ആരോ ഒന്നും കേൾക്കുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ഏതോ ആൾക്കാർ ഓഡിയോ ജോയിൻ ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അതാണ് അഫീഫ പി കെ, അതേപോലെ ഫിറോസ് ആരാ? ഓക്കെ, ഓഡിയോ ജോയിൻ ചെയ്യാതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഒന്നും കേൾക്കാത്തത്. അല്ലാത്തവർക്കൊക്കെ കേൾക്കുന്നുണ്ട്, കൃത്യമായിട്ട് കേൾക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇവിടെ അവസാനിപ്പിക്കുന്നു? ഇവിടെ വെർട്ടിബ്രേറ്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഞാൻ ഇതിന്റെ ഒരു ക്രമം നിങ്ങളുടെ സ്കീം ഓഫ് പ്രാക്ടിക്കൽ വർക്ക് എന്നുള്ള ചെറിയ ക്രമം മാറ്റുന്നുണ്ട്. അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഓസ്റ്റിയോളജിയാണ്. ഓക്കെ, ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ യു നോ വാട്ട് ഈസ് ഓസ്റ്റിയോളജി? എന്താ ഓസ്റ്റിയോളജി? ബോൺസിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെ? അപ്പൊ നമ്മളിവിടെ ബോൺസിനെ കുറിച്ചുള്ള പഠനത്തില് ജോയിന്റ്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് ബോൺസ്. ഓക്കെ, പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് ജോയിന്റ്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ, അതും സൈനോവിയൽ ജോയിന്റ്സ് മാത്രം. അപ്പൊ അതിൽ ആദ്യത്തെ ജോയിന്റ് വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഓക്കെ, അപ്പൊ ഈ ജോയിന്റ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നതെന്ന് വെച്ചാൽ ഈ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ നമ്മുടെ സ്കെലിട്ടൺ ഉണ്ട് നമ്മുടെ ലാബിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ലാബിലെ സ്കെലിട്ടൺ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇത് എന്ത് ജോയിന്റ് ആണെന്ന് ചോദിക്കും. ഓക്കെ, ഇത് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ നമുക്കറിയാം. നമ്മുടെ ഹിപ്പ് ജോയിന്റും അതേപോലെ തന്നെ ഷോൾഡർ ജോയിന്റിലാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് വരിക. അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ പെക്യൂലിയാരിറ്റി എഴുതാനൊക്കെ ചോദിക്കും എക്സാമിന്. ഓക്കെ, ദെൻ അടുത്തത് ഹിഞ്ച് ജോയിന്റ് രണ്ടിടത്താണ് നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് എൽബോയിലാണ്, മറ്റൊന്ന് നീ ജോയിന്റ് ആണ്, കൈമുട്ടും കാൽമുട്ടും എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിളും അതിന്റെ പെക്യൂലിയാരിറ്റി ഒക്കെ എഴുതി വെക്കണം. നെക്സ്റ്റ് വരാൻ പോകുന്നത് പിവറ്റ് ജോയിന്റ് ആണ്. പിവറ്റ് ജോയിന്റ് നമ്മുടെ അറ്റ്ലസ് ആൻഡ് ആക്സിസിനിടയിലുള്ള, അറിയാം, അറ്റ്ലസ് ആക്സിസ് എന്ന് പറയുമ്പോൾ വെർട്ടിബ്രൽ കോളത്തിലെ ആദ്യത്തെ 2 ബോൺസ്, അതിനിടയിലുള്ള ജോയിന്റ് ആണ് പിവറ്റ് ജോയിന്റ്. ആ ജോയിന്റ് ഉള്ളതുകൊണ്ടാണ് കഴുത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് കാണിച്ചിരിക്കുന്നത്, അതിന്റെ പെക്യൂലിയാരിറ്റി കൊടുത്തിട്ടുണ്ട്. ദെൻ another joint is gliding joint. നമ്മൾ ഒന്നുകിൽ നമ്മുടെ കാപ്പൽസിനിടയിൽ, ദാറ്റ് മീൻസ് റിസ്റ്റിന്റെ ഭാഗത്ത്, ഇനി അല്ലെങ്കിൽ ടാർസൽസിനിടയിൽ, ദാറ്റ് മീൻസ് ആംഗിളിന്റെ ഭാഗത്ത് കാണുന്ന ജോയിന്റ് ആണ്. റിസ്റ്റിലോ ആംഗിളിലോ കാണുന്ന ജോയിന്റ്സ് ആണ് ആര്? ഗ്ലൈഡിംഗ് ജോയിന്റ്. ഇതാണ് ഓസ്റ്റിയോളജി എന്നുള്ള ഭാഗത്ത് വരുന്നത്. അപ്പൊ നമ്മൾ
4 ടൈപ്പ് ജോയിന്റ്സ് മാത്രമാണ് ഓസ്റ്റിയോളജിയിൽ പഠിക്കാനുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഓസ്റ്റിയോളജിയിൽ 4 ടൈപ്പ് ജോയിന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക്, അതായത് ഓരോരോ സെക്ഷൻസ് ആണ്. നമ്മൾ ആദ്യം ഇൻവെർട്ടിബ്രേറ്റ്സ് പറഞ്ഞു, ദെൻ വെർട്ടിബ്രേറ്റ്സ് പറഞ്ഞു, അല്ലെ, ദെൻ ഓസ്റ്റിയോളജി പറഞ്ഞു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മോർഫോളജി ആൻഡ് അനാട്ടമി ആയിരിക്കും. ഓക്കെ, അപ്പോ അതിന്റെ ഡയഗ്രാംസിന്റെ അടങ്ങിയിരിക്കുന്ന ലാബ് മാനുവൽ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഞാനത് ഡിഫറെന്റ് ഭാഗങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോ പാർട്ട് 2 വരണം. മോർഫോളജി ആൻഡ് അനാട്ടമി വരുന്നുണ്ട്. വെയിറ്റ്, ഇതാ മോർഫോളജി ആൻഡ് അനാട്ടമി. ഇതിൽ നമ്മള് സാഡിൽ ജോയിന്റ് ഇല്ല. ചോദിച്ചാരാ, സാഡിൽ ജോയിന്റ് ഇല്ല. നമുക്ക് ഈ പ്രാക്ടിക്കലിനെല്ലാം കട്ട് ഷോട്ട് ചെയ്ത് കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാഡിൽ ജോയിന്റ് ഇല്ല. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. മോർഫോളജി ആൻഡ് അനാട്ടമിയിലേക്ക് വരുമ്പോ നോക്കിക്കോളൂ. ഒന്ന്, കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, എന്ത് കോക്രോച്ച് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ സർ. പക്ഷെ പ്രാക്ടിക്കലിന്റെ ഭാഗത്ത് നിന്ന് ഇതേവരെ എന്ത് ചെയ്തിട്ടില്ല, കോക്രോച്ചിനെ ഒഴിവാക്കിയിട്ടില്ല, അതവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്ന പിന്നെ എന്താ പറയാ മോർഫോളജി ആൻഡ് അനാട്ടമിയിലെ പാർട്ട്. ഡയഗ്രാം വരച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഇതുവരെ നോട്ട്സ് കണ്ടു, പിന്നെ നമ്മുടെ നോട്ട്, അതായത് ഡയഗ്രത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് കണ്ടു. അപ്പൊ ഇവിടെ നോട്ട്സ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പൊ ഇവിടെ നോട്ട്സ് എഴുതുന്ന നിർബന്ധമില്ല, നോട്ട്സ് എഴുതുന്നവർ കാണാം. പക്ഷേ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചു പഠിക്കണം. ഞാൻ ഇതേവരെ നിങ്ങൾക്ക് തന്നിരുന്ന ഒരു ഡയഗ്രത്തെ കുറിച്ചും വരച്ചു പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും എക്സാമിന് നിങ്ങളോട് സ്റ്റാർ ഫിഷ് വരക്കാനോ അല്ലെങ്കിൽ പിന്നെ ഷാർക്കിനെ വരക്കാനോ ചോദിക്കൂല. ഓക്കെ, അല്ലെങ്കിൽ ജോയിന്റ്സ് വരക്കാനും ചോദിക്കൂല. പക്ഷെ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ വരച്ച് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതുകൊണ്ട് കോക്രോച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കുന്ന സമയത്ത് ഇത് വരച്ച് പഠിക്കാനുള്ളതാണെന്നുള്ള ഒരു ധാരണയോടുകൂടെ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നോർത്ത് നോക്കുക. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് വരുന്നു. വിസറ ഓഫ് ഫ്രോഗ് ആണ് ഇത്. നിങ്ങൾ പിന്നെ ഫസ്റ്റ് ഇയറിൽ ഫ്രോഗിന്റെ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ച ഡയഗ്രാം ആണ് ഇത്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ, മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ലേബൽ ചെയ്യാനാണ് ചോദിച്ചത്. പക്ഷേ പ്രാക്ടിക്കൽ എക്സാമിന്റെ പ്രത്യേകത, നിർബന്ധമായിട്ടും ഈ ഡയഗ്രാമും വരച്ചു പഠിക്കണം. 3 മാർക്കാണ് സാധാരണ കാണാറുള്ളത്. ഓക്കെ, ഡയഗ്രാം വരയ്ക്കുന്നതിന് 1 മാർക്ക് ഉണ്ടാകും. 4 പാർട്ട് ലേബൽ ചെയ്യാനാണ് ചോദിക്കുക. ഏതാണ് 4 പാർട്ട് എന്ന് അറിയില്ല, അത് എക്സാമിനറാ ചോദിക്കുക. അപ്പൊ എക്സാമിനർ ചോദിക്കുന്ന 4 ഭാഗങ്ങൾ ലേബൽ 2 മാർക്ക് ഉണ്ട്. 2 വർഷത്തെ മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ചിലപ്പോൾ മാറിയേക്കാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഏകദേശം ഇങ്ങനെ തന്നെയാണെന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ഫ്രോഗ് വിസറയാണ്, ഇതും വരച്ച് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ മോർഫോളജി ആൻഡ് അനാട്ടമിയിൽ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു, ഫിസിയോളജി. ഇവിടെ നിങ്ങൾക്ക് വരച്ചു പഠിക്കാനൊന്നുമില്ല, പക്ഷേ ഡയഗ്രാം വരയ്ക്കണം, നോട്ട്സ് എഴുതണം. വീണ്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ഹാർട്ടാണ്. ഹ്യൂമൻ ഹാർട്ടിന്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ ഹാർട്ടിന്റെ സെക്ഷണൽ വ്യൂ വരച്ചു നോക്കുക. അതിന്റെ ഹാർട്ടിനെ കുറച്ചധികം ഡീറ്റെയിൽസ് നോട്ട്സ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫിസിയോളജി മോഡലിൽ ഏറ്റവും കൂടുതൽ അവിടെ നിങ്ങൾക്കറിയാം, ഏട്രിയത്തെ കുറിച്ച് പറയണം, വെൻട്രിക്കിളിനെ കുറിച്ച് പറയണം, അയോട്ടയെ കുറിച്ച് പറയണം, പൾമൺട്രി ആർട്ടറി ഉണ്ട്, പൾമൺട്രി വെയിൻ ഉണ്ട്, വാൽവുകൾ ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ട്രൈക്കസ്പിഡ്, ബൈക്കസ്പിഡ് വാൽവ്, സെമിലൂണാർ വാൽവ്, അങ്ങനെ പ്രധാനപ്പെട്ട കൂടുതൽ ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി ഈ ഭാഗം എങ്ങനെ എക്സാമിനെ കുറിച്ച് പിന്നെ പറയാം. എന്നാലും ഈ ഭാഗം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലാബില് ഇത്തരത്തിലുള്ള ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ ഒക്കെ പോലുള്ള മോഡൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളത് എക്സാമിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടും, പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടും. ഏതായാലും ആ ഒരു മോഡല് നിങ്ങളുടെ മുമ്പിലേക്ക് പിന്നെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിലേതെങ്കിലും ഒരു ഭാഗം, ഇന്ന ഭാഗം ഏതാണ് എന്ന് എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഹാർട്ടിന്റെ മോഡൽ ആണെങ്കിൽ അതിൽ അയോട്ട അല്ലെ അവിടെ കാണാം, മുകൾ ഭാഗത്ത് ലേബൽ ചെയ്ത് വെച്ച് അയോട്ട. ഈ അയോട്ടയെ കുറിച്ച് ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അയോട്ടയാണ് തിരിച്ചറിഞ്ഞ അതിന്റെ ഫംഗ്ഷൻ എഴുതി കൊടുക്കേണ്ടി വരും. ഫൈൻ. ഇതേപോലെ ബാക്കിയുള്ള മോഡൽസ് കൂടെ പരിചയപ്പെടാം. നമുക്ക് ഇതാ ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. അപ്പോ ലങ്സ് മാത്രമല്ല, അതിന്റെ അനുബന്ധ ഭാഗങ്ങളും കാണാം. ലാരിങ്സ്, അതേപോലെ തന്നെ ട്രക്കിയ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ആണ് പരിചയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് കിഡ്നിയാണ് അടുത്ത വരുന്നത്. കിഡ്നിയുടെ സെക്ഷണൽ വ്യൂ ആണ്. അതില് പ്രധാനമായിട്ടും നിങ്ങൾ കിഡ്നിയുടെ സെക്ഷണൽ വ്യൂവിൽ പല ഭാഗങ്ങളും ലേബൽ ചെയ്ത് വെച്ചുവെങ്കിലും
എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ യുറേറ്റ് അതേപോലെ തന്നെ റീനൽ ആർട്ടറി റീനൽ വെയിൻ ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. അതുകൊണ്ടാണ് നോട്ട്സിന്റെ ഭാഗത്ത് ആ 3 ഭാഗങ്ങൾ മാത്രം ലാബിൽ എന്താ പറയാ നോട്ട്സ് ആയിട്ട് കൊടുത്തത്. അതാണ് പ്രത്യേകിച്ച് പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ബ്രെയിൻ ആണ്. ബ്രെയിന്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സെറിബ്രം, ഹൈപ്പോതലാമസ്, തലാമസ് പ്രത്യേകിച്ച് പറഞ്ഞില്ല, സെറിബെല്ലം, മിഡുല ഒബ്ലോങ്കേറ്റ, അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം. ഓക്കെ, പക്ഷെ ഡയഗ്രത്തിലെല്ലാം ഉണ്ടാവണം. പക്ഷെ എക്സാമിന് ചോദിക്കുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും. ഓക്കെ, ബ്രെയിൻ വരുന്നു. ദെൻ ഐ ആൻഡ് ഇയർ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ പലയിടത്തും പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സിലബസ് നിന്ന് ഒഴിവാക്കാതെ കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഐയെ കുറിച്ചും ഇയറിനെ കുറിച്ചൊന്നും +1 നിങ്ങളുടെ സെൻസ് ഓർഗൻസ് ഒന്നും പഠിക്കാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബാക്കി നിങ്ങൾക്കറിയാം കിഡ്നിയും ബ്രെയിനൊക്കെ ഉണ്ടായിരുന്നു, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടായിരുന്നു, ഹാർട്ട് ഉണ്ടായിരുന്നു. ഐയും ഇയറും ഇല്ല എങ്കിലും സിലബസിൽ നിന്ന് പ്രാക്ടിക്കൽ സിലബസിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഈ വർഷം വരും, ഇങ്ങനത്തെ ഓർത്ത് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫിസിയോളജി പാർട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഫിസിയോളജി പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 6 ഡയഗ്രാംസ് കൃത്യമായിട്ട് വരച്ചു വെച്ചാൽ മതി. ഹാർട്ട്, ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, ദെൻ കിഡ്നി, ബ്രെയിൻ, ദെൻ ഐ, ഇയർ, ഇത്രയും 6 ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു. ഹിസ്റ്റോളജി. ഇവിടെയാണ് വീണ്ടും നിങ്ങൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിസ്റ്റോളജി എന്നുള്ളത് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഹിസ്റ്റോളജി പഠിക്കുന്നേ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു ഏത്, നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആരെ പഠിക്കാനുണ്ടായിരുന്നു, ഹിസ്റ്റോളജി പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഹിസ്റ്റോളജി അവിടെ നിങ്ങൾക്ക് എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്, എല്ലാ ടൈപ്പ് ടിഷ്യൂസും പഠിക്കാനുണ്ടായിരുന്നു. കണക്റ്റീവ് ടിഷ്യൂ, അതേപോലെ എപ്പിത്തീലിയൽ ടിഷ്യൂ, ദെൻ മസ്കുലാർ ടിഷ്യൂ, ദെൻ എന്താ പറയാ പിന്നെ ന്യൂറൽ ടിഷ്യൂ എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതൊക്കെ സിലബസ് മാറി, ഇപ്പൊ ഇല്ല. സ്റ്റിൽ പ്രാക്ടിക്കലിൽ നിന്ന് ഹിസ്റ്റോളജി അല്ലെങ്കിൽ ടിഷ്യൂസ് മാറ്റിയിട്ടില്ല, ഓർമ്മിക്കുക. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഹിസ്റ്റോളജിയിൽ നിങ്ങൾക്ക് എല്ലാ ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി എങ്കിലും 3 മസിൽസ് തൽക്കാലം ഒന്ന് വരച്ചു പഠിച്ചു വെച്ചാൽ മതി. ഞാനൊന്ന് ആവർത്തിക്കുന്നു, വരച്ചു പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ, സ്ട്രേറ്റഡ് മസിൽ. NCERT ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ നിങ്ങൾക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു മസിലിന്റെ ബാൻഡുകൾ കാണാൻ പറ്റും. ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള സ്ട്രേറ്റഡ് മസിൽ ബാൻഡ്സ് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ മസിൽ ഫൈബേഴ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വരച്ചു വെക്കേണ്ടത്. എന്തുകൊണ്ട് നോട്ട്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്തായിരിക്കും? നോട്ട്സ് അല്ല സർ പഠിക്കേണ്ടത്, പിന്നെന്താ, വരച്ചാണ് പഠിക്കേണ്ടത്. ഇതെങ്ങനെയാ എക്സാമിന് ചോദിക്കുക? നമ്മുടെ ലാബില് ഈ സ്ട്രേറ്റഡ് മസിൽ ഉള്ള സ്ലൈഡ് ഉണ്ട്, അത് മൈക്രോസ്കോപ്പിൽ വെച്ച് തരും. നിങ്ങൾ പോയി നോക്കുക. നോക്കുന്ന സമയത്ത് ഓ സ്ട്രേറ്റഡ് മസിലാ അല്ലെ, അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരിക. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എക്സാം പേപ്പറിൽ അതൊന്ന് വരച്ചു നോക്കുക. ഫൈൻ. അടുത്തത് നോൺ സ്ട്രേറ്റഡ് മസിൽ, സ്മൂത്ത് മസിൽ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന മസിലാണ്. ഈ സ്ട്രേറ്റഡ് മസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? അവിടെ ഒന്ന് പറഞ്ഞുതരാം. സ്കെലറ്റൽ മസിലാണ്. ഓക്കെ, നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ് അല്ലെങ്കിൽ അബ്ഡമിനൽ മസിൽ, ചെസ്റ്റിന്റെ ഭാഗത്തുള്ള ഈ മസിൽ, ബാക്ക് സൈഡിലുള്ള മസിൽസ്, അങ്ങനെയുള്ള മസിൽസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, കാലിലും കയ്യിലൊക്കെ ഭാഗത്ത് നമ്മുടെ വോളണ്ടറി ആയിട്ട് മൂവ് ചെയ്യുന്ന സ്കെലിറ്റൽ മസിൽസ്. ഈ മസിൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ മസിൽസ് ആണ് സ്ട്രേറ്റഡ് മസിൽ. ഓക്കെ, അതാണ് ഇപ്പൊ കണ്ടത്. അടുത്ത കണ്ടത് സ്മൂത്ത് മസിൽ. നിങ്ങൾ മസിൽ പഠിക്കാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞിരുന്നത്. സ്മൂത്ത് മസിൽ ഇൻവോളണ്ടറി മസിൽ ആയിട്ടുള്ള എന്താ പറയാ പിന്നെ നോൺ സ്ട്രേറ്റഡ് മസിലാണ് ഇത്. ദാറ്റ് മീൻസ് ഇന്റേണൽ ഓർഗൻ, സ്റ്റൊമക്ക്, യൂറിനറി ബ്ലാഡർ, ബ്ലഡ് വെസൽസ്, അതേപോലെ ഈസോഫാഗസ്, അങ്ങനെയുള്ള നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ഹാർട്ട് ഒഴികെ എല്ലായിടത്തും കാണുന്ന മസിലാണ് ആര്? നോൺ സ്ട്രേറ്റഡ് മസിൽ എന്നറിയപ്പെടുന്നത്. അടുത്തത് ആരാന്ന്? അടുത്തത് കാർഡിയാക് മസിൽ. നിങ്ങൾക്ക് പേര് തന്നെ കേട്ടാൽ തന്നെ അറിയാം, ഹാർട്ടിന്റെ പിന്നെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ചേംബേഴ്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഹാർട്ട് ബോൾസിൽ കാണുന്ന മസിലാണ് ആര്? കാർഡിയാക് മസിൽ. ഇതും ഡയഗ്രമായിട്ട് വരച്ചു പഠിക്കണം. അപ്പൊ 3 മസിൽ വരച്ചു പഠിക്കണം: സ്ട്രേറ്റഡ് മസിൽ, നോൺ സ്ട്രേറ്റഡ് മസിൽ, കാർഡിയാക് മസിൽ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെ വേണ്ട രീതിയിൽ പഠിച്ചോളാം. ഓക്കെ, PDF ഞാൻ ഷെയർ ചെയ്യും, കുഴപ്പമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് വരച്ചു പഠിക്കാം. നിങ്ങൾക്ക് 2 രൂപത്തില്, ഒന്നുകിൽ PDF നോക്കിയിട്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്പോ ഒക്കെ PDF തുറന്നു വെച്ച് ഭംഗിയായിട്ട് വരക്കാൻ പറ്റുന്ന ആൾക്കാർ വെരി ഗുഡ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം, ഞാൻ ഇന്ന് തന്നെ എല്ലാ PDF അയക്കും. നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്? യു ഗെറ്റ് പ്രിന്റ് ഔട്ട് ഫ്രം സംവെയർ എൽസ്. സൗകര്യപൂർവ്വം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. നേരെ നോക്കി വരക്കാൻ പറ്റുന്ന സിമ്പിൾ ഡയഗ്രാംസ് ഒക്കെ ആണെങ്കിൽ വരച്ചേക്കാം. ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ വളരെ നീറ്റായിട്ട് പെൻസിൽ ഉപയോഗിച്ച് വരക്കണം. ഞാൻ എങ്ങനെ വരക്കണം എന്നുള്ള അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. നമുക്ക് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ
+1 പ്രാക്ടിക്കൽസിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നമ്മുടെ റൈറ്റിംഗ് പാർട്ടിലാണ് വരിക. നിങ്ങളുടെ റെക്കോർഡില് ഈ ബ്ലാങ്ക് പേജസ് കഴിഞ്ഞാൽ, അതായത് ബ്ലാങ്ക് മീൻസ് അൺറൂൾഡ് പേജസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ കഴിയുക ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വരയുള്ള പേജുകളാണ്. ആ ഭാഗത്ത് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ബയോകെമിക്കൽ എക്സ്പെരിമെന്റ് ഒക്കെ. അതും ഫസ്റ്റ് ഇയറിന്റെ പാർട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഞാനത് അങ്ങനെ ആ ഭാഗത്തേക്ക് അങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നില്ല. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിന്റെ ഡയഗ്രാംസ്, എംബ്രിയോളജി ഡയഗ്രാംസ് ആണ് വരയ്ക്കാനുള്ളത്. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ ഡയഗ്രാംസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, സ്റ്റിൽ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു PDF നോക്കിയിട്ട് വരച്ചു വെക്കുക. കാരണം ഈ ഒരു വരയ്ക്കൽ പരിപാടി ഇപ്പം കഴിഞ്ഞോട്ടെ, പിന്നെ സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് തിയറി കഴിയാൻ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഏതായാലും നോക്കാം. അപ്പൊ നമ്മുടെ റെക്കോർഡ് ബുക്കിൽ തൊട്ട് മുമ്പെന്തായിരുന്നു അവസാനിച്ചത്? മസിൽസ് കഴിഞ്ഞ് അവസാനിച്ചാൽ അടുത്ത പേജ് മറച്ചിട്ട് കഴിഞ്ഞാൽ എന്തെഴുതണം? റൈറ്റ് സൈഡില് ക്ലാസ് 12 പ്രാക്ടിക്കൽസ് എന്ന് എഴുതണം. ഇതൊന്നും മറന്നു പോകരുതേ. ഇതങ്ങനെ തന്നെ എഴുതണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മീറ്റിംഗ് വിളിച്ച് കൃത്യമായിട്ട് ഓരോ ആൾക്കാരടുത്തും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലാസ് 12 പ്രാക്ടിക്കൽസ് എന്ന് എഴുതുക. ക്ലാസ് 12 പ്രാക്ടിക്കൽസ് എന്ന് എഴുതിയതിനു ശേഷം ആദ്യ ഭാഗം ഇവിടെ എംബ്രിയോളജി. എംബ്രിയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +2 ബയോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 2 ചാപ്റ്റേഴ്സിനെയാണ് എംബ്രിയോളജി ചാപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബ്രിയോ ഭ്രൂണം എന്നാ വിളിക്കുക, അല്ലെ? അപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ, റീപ്രൊഡക്റ്റീവ് ബയോളജിയുടെ മറ്റൊരു പേരാണ് എന്ത്? എംബ്രിയോളജി, റീപ്രൊഡക്റ്റീവ് ബയോളജി. ദാറ്റ് മീൻസ് പിന്നെ ഗ്യാമെറ്റുകൾ ഫോം ചെയ്യുന്നതും അതേപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ശേഷം എന്താണ് ആ ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടെന്ന സൈഗോട്ട് ഫോം ചെയ്ത് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്ന ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫീറ്റസ് അല്ലെങ്കിൽ എംബ്രിയോ ഫീറ്റസ് ആയി മാറിയതിന്റെ ഓർഗനൊക്കെ ഫോം ചെയ്ത് പാർച്ചുറേഷൻ വിധേയമായി അല്ലെങ്കിൽ എന്താ പറയാ ലേബർ പ്രോസസ്, പ്രസവ പ്രക്രിയയിലൂടെ പുറത്തേക്ക് വന്ന് അങ്ങനെ ആ ഒരു എന്താണ് പിന്നെ ഗ്യാമേറ്റ് ഫോർമേഷനും ശേഷം ഉണ്ടാകുന്ന ഫെർട്ടിലൈസേഷനും അനുബന്ധമായ പ്രവർത്തനങ്ങളൊക്കെ ചേർന്ന് ടോട്ടലി നമ്മളത് റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് അറിയാം. ആ റീപ്രൊഡക്ഷൻ പ്രോസസ്സുകളെ കുറിച്ച് മനസ്സിലാക്കുന്ന എന്താ പറയാ ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് ദാറ്റ് ഈസ് കോൾഡ് എന്താ വിളിക്കുക? എംബ്രിയോളജി. ഓക്കെ, അപ്പോ എംബ്രിയോളജിയിലെ എന്താ പറയാ ഭാഗം ഒന്ന് പരിചയപ്പെടാണ്. 3 ഡയഗ്രാംസ് ആണ് ആകെ വരയ്ക്കാനുള്ളത് എംബ്രിയോളജിയില്. ഇതും വരച്ചു പഠിക്കാനുള്ള കേട്ടോ, ഇവിടെയും വരച്ചു പഠിക്കാനാണ്. ഓക്കെ, എന്തൊക്കെയാ? TS ഓഫ് ടെസ്റ്റിസ്. ഓക്കെ, അപ്പം ലേബൽ ചെയ്ത ഡയഗ്രാം ആണ്. ഇതെങ്ങനെ വരക്കുന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് വരച്ച് പഠിക്കുക. അത് എക്സാമിന് അങ്ങനെ തന്നെ വരച്ച് പഠിക്കാൻ വേണ്ടി ചോദിക്കും. ഫൈൻ. ഇനി ഓവറി. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആര്? ടെസ്റ്റിസ്. അതിന്റെ TS ആണ്, സെക്ഷണൽ വ്യൂ ആണ് കാണുന്നത്. ടെസ്റ്റിസ് മാത്രം എഴുതിയാൽ പോരാ, TS ഓഫ് ടെസ്റ്റിസ് ആണ്, സെക്ഷണൽ വ്യൂ ആണ്. അത് അങ്ങനെ തന്നെ എഴുതണം. ദെൻ TS ഓഫ് ഓവറി, ഓവറിയുടെ സെക്ഷണൽ വ്യൂ ആണ്. ഉള്ളിൽ ഓവം ഫോം ചെയ്യുന്ന ഓവം പുറത്തേക്ക് വരുന്ന കാണാം നിങ്ങൾക്ക്. അപ്പൊ അതാണ് അടുത്ത ഡയഗ്രാം ആയിട്ട് വരുന്നത്. ദെൻ ഈ ഓവം അതേപോലെ തന്നെ സ്പേം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് വരുന്ന സമയത്ത് അതിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന പറയുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടാകുന്ന എംബ്രിയോയുടെ ഒരു ഫോം ആണ് എന്ത്? ബ്ലാസ്റ്റുല. അങ്ങനെ വിളിക്കുക, ബ്ലാസ്റ്റുല ഓർ ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ ഫോം ചെയ്ത സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം കുറെ സെല്ലുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ചുറ്റും കാണുന്നുണ്ട്. ആ പുറത്ത് ചുറ്റുമായിട്ട് കാണുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്, ഔട്ടർ സെൽ ലെയർ. ദെൻ അതിനുള്ളിൽ കുറച്ച് സെല്ലുകൾ വേറെ കാണുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഇന്നർ സെൽ മാസ്. നിങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുന്നത് നിങ്ങൾ ഡയഗ്രാം എന്താ പറയാ അല്ലെങ്കിൽ എംബ്രിയോളജി പഠിച്ചിട്ടില്ല, റിപ്രൊഡക്റ്റീവ് ബയോളജി പഠിച്ചിട്ടില്ല, ബ്ലാസ്റ്റുലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ബ്ലാസ്റ്റുലയിൽ കാണുന്ന ആ ഒരു സിമ്പിൾ ഡയഗ്രാം ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് തന്നിട്ട് ആ മൈക്രോസ്കോപ്പ് കണ്ടതിന് ശേഷം ആ സ്ലൈഡ് എന്താണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ എന്താ പറയാ നിങ്ങളുടെ എക്സാമിന് വരച്ചു വെക്കുക വേണ്ടത്. സോ വരച്ചു പഠിക്കേണ്ട ഡയഗ്രാം ആണെന്ന് ഓർമ്മിക്കാം. ഓക്കെ, TS ഓഫ് ബ്ലാസ്റ്റുല. അപ്പൊ ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്രോയിങ് പാർട്ട് കഴിയും. ഓക്കെ, ഇപ്പൊ എത്ര ഡയഗ്രാം വന്നു എന്ന് ധാരണയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു? എത്ര ഡയഗ്രാം വന്നു? നമുക്കൊന്ന് എണ്ണി നോക്കാം. 10 എണ്ണം എവിടെ ഉണ്ടായിരുന്നോ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പെർമിഷൻ തരാം കേട്ടോ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. എത്ര ഉണ്ടായിരുന്നു? യു ക്യാൻ അൺമ്യൂട്ട് റൈറ്റ് നൗ, നോ പ്രോബ്ലം. എത്ര ഉണ്ടായിരുന്നു ഡയഗ്രാംസ്? 10 ഇൻവെർട്ടിബ്രേറ്റ്സ്.
33 പോരല്ലോ. 33 ആണോ 34 ആണോ? 6 അല്ലേ വെർട്ടിബ്രേറ്റ്സ്. ആ ലിയ കൗണ്ട് ചെയ്തിട്ടുണ്ട് 6 വെർട്ടിബ്രേറ്റ്സ് അല്ലേ. ദെൻ ഓസ്റ്റിയോളജി 4 ഡയഗ്രാംസ്. ഓക്കെ, അപ്പം 20ആയി. ദെൻ 34 കറക്റ്റ് ആണ്. ഓക്കെ, ഹിസ്റ്റോളജി 3 ആണ്. ഓക്കെ, 23. ദെൻ മോർഫോളജി ആൻഡ് അനാട്ടമി 2 25 അല്ലേ. ദെൻ അടുത്താരാ? 6 ഡയഗ്രാംസ് എവിടെ വരുന്നു? ഫിസിയോളജി 6. ഫിസിയോളജി 6. ദെൻ അടുത്തത് എത്ര വരുന്നു? ഫൈനലി എംബ്രിയോളജി 3. ടോട്ടൽ ഇതെല്ലാം ചേർന്നിട്ട് എത്ര വന്നു? 34 റെഡി അല്ലേ? 34 കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 34 ഡയഗ്രാംസ് ആണ് പ്രധാനമായിട്ടും. അപ്പൊ ഇത് നിങ്ങൾ എന്താ പറയാ, ഇന്ന് 3-ാം തീയതിയാണ് സ്കൂൾ റീഓപ്പണിംഗ് ഡേ, ജൂൺ 1 തന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ റീഓപ്പണിംഗ് ഡേ ആകുമ്പോഴത്തേക്ക് ദിവസം എടുത്തുകൊണ്ട് ഇങ്ങനെ വരക്കണം. ഞാൻ പിന്നെ നിങ്ങൾ ചെറിയ വെക്കേഷൻ നിങ്ങൾക്കുണ്ട്, നമ്മുടേതായ വെക്കേഷനും അതേപോലെ തന്നെ നമ്മളെ ഇലക്ഷൻ ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്ന് ഒരു സൗകര്യപൂർവ്വം ഒരു മീറ്റിംഗ് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താമസിച്ചു പോയത്. കുഴപ്പമില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു മാസം മുമ്പിലുണ്ട്. ഒരു മാസം നിങ്ങൾ എപ്പോഴാണ് കൊണ്ടുവരേണ്ടതെന്നൊരു സംശയം ഉണ്ടാകും. ഓപ്പണിംഗ് ഡേയിലല്ല, സെക്കൻഡ് ഡേ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ 1-ാമത്തെ ദിവസം തന്നെ നിങ്ങൾ ചിത്രം പറയുന്നത് അത്ര സുഖമില്ല. അതുകൊണ്ട് 2-ാമത്തെ ദിവസം എന്ത് ചെയ്താൽ മതി? 2-ാമത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി നിങ്ങളുടെ ഈ ഒരു വരച്ച റെക്കോർഡ്. ഓക്കെ, അതിന്റെ നിർദ്ദേശം ഞാൻ അവസാനം തരാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞിട്ടില്ലേ? ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായി? 34 ഡയഗ്രാംസ് വരച്ചു. ഇനി നമ്മൾ കുറച്ച് റൈറ്റിംഗ് പാർട്ടിലേക്ക് പോവാണ്. ഞാൻ സാധാരണഗതിയിൽ ഈ റൈറ്റിംഗ് പാർട്ട് പിന്നീട് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം വരച്ചാൽ മതി, എഴുതിയാൽ മതി ഇതൊക്കെ. പക്ഷെ നിങ്ങൾ ഈ വെക്കേഷൻ അത് തീർത്തേക്കാം. നമ്മൾ വരുമ്പോഴത്തേക്ക് റെക്കോർഡ് എന്നുള്ള പണി തീർത്തേക്കാം. എല്ലാ സമയത്തും അവസാനം റെക്കോർഡ് പിന്നാലാണ് കുട്ടികൾ ഇങ്ങനെ ഓടുന്നുണ്ടാകുക. അത് വേണ്ട. ഓക്കെ, കണ്ടോളൂ. ഞാന് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ വരയിട്ടിരിക്കുന്ന പേജില് അവസാനം കാണുന്നില്ലേ? അങ്ങനെ കുറച്ച് പേജില്ലേ? യെസ് ഓർ നോ? യെസ് ഉണ്ട്. യെസ് ഉണ്ട്. ആ വരയിട്ടിരിക്കുന്ന പേജിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഇനി ആ വരയിട്ട പേജിലെ 1-ാമത്തെ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. വര വരുന്ന ഭാഗത്ത്, റൂൾഡ് ആയിരിക്കുന്ന ഭാഗത്ത് ആദ്യം എഴുതി വെക്കാം ബയോകെമിക്കൽ എക്സ്പെരിമെന്റ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ 2 തുറന്നു വെച്ച രൂപത്തിലല്ല റെക്കോർഡ് ഉള്ളത്. അതുകൊണ്ട് ഒന്ന് കൺഫ്യൂഷൻ ആവരുത്. ആദ്യത്തെ പിന്നെ എന്താ പറയാ, റൂൾഡ് പേജ് ആണ് ഇത്, ബയോകെമിക്കൽ എക്സ്പെരിമെന്റ്. ഇതിന്റെ അടുത്ത പേജ് നിങ്ങൾക്ക് കാലിയാക്കി ഇടാം. ദാറ്റ് മീൻസ് റൂൾഡ് പേജിന്റെ തൊട്ടടുത്ത പേജ്. ഓക്കെ, അവിടെ ആരുണ്ട്? അവിടെ അൺറൂൾഡ് ആയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. യെസ് ഓർ നോ? റൂൾഡ് പേജിന്റെ തൊട്ടടുത്ത് മറിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് 2 അൺറൂൾഡ് പേജ് ഉണ്ട്. അത് കാലിയായി വിട്ടേക്കാം, അവിടെ ഒന്നും വേണ്ട. എന്നിട്ട് അടുത്ത പേജ്, അടുത്ത റൂൾഡ് പേജിലാണ് 1-ാമത്തെ ബയോകെമിക്കൽ എക്സ്പെരിമെന്റ് നിങ്ങൾ എഴുതുന്നത്, ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്. എഴുതാനുള്ള രീതി ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു വരയിട്ട പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹെഡിങ് കൊടുക്കുന്നു, എയിം കൊടുക്കുന്നു, റിക്വയർമെന്റ് എഴുതുന്നു, പ്രൊസീജിയർ എഴുതുന്നു. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു ടാബുലാർ കോളം മെത്തേഡ് ആണ്. കെമിസ്ട്രിയിലൊക്കെ എഴുതാറുള്ള പോലെ കെമിസ്ട്രിയിൽ ചെയ്യുന്ന ഇതേ മെത്തേഡ് ആണ്. എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്ന് കൊടുക്കുന്നു. ശേഷം കിട്ടിയ റിസൾട്ട് എന്താണെന്ന് താഴെ എടുത്ത് എഴുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കും, എന്താ പറയാ, ഇത് റിസൾട്ട് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് എന്താണ്, ഒരു ഗ്ലൂക്കോസ് സാമ്പിൾ തന്നുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അതല്ലാതെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ആ റിസൾട്ട് കണ്ടാലേ ഞങ്ങൾ എഴുതുള്ളൂ എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടെസ്റ്റ് ട്യൂബിനകത്ത് ഗ്ലൂക്കോസിന്റെ സൊല്യൂഷൻ തന്ന് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ എന്താ റിസൾട്ട് കിട്ടൂലേ? കിട്ടും. അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ആണ്. ഇതേപോലെ ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ. നഫീസ, ഷസ, പെണ്ണടക്കി വെക്ക്, കോണ്ടമുള്ള വരെയല്ല. ഓക്കെ, ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ. യെസ്,
ടെസ്റ്റ് ഫോർ പ്രോട്ടീനിൽ ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് നിങ്ങൾക്ക് കാണാം. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. ഇതിനടുത്തത് ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിനെ കുറിച്ച് ടെസ്റ്റ് എഴുതുന്ന രീതി സെയിം മെത്തേഡ്. അടുത്തത് നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂറിൻ സാമ്പിൾ ഓഫ് ഡയബറ്റിക് പേഷ്യന്റ്. ഒരു നോർമൽ പേഷ്യന്റെ യൂറിനും ഡയബറ്റിക് പേഷ്യന്റെ യൂറിനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ആരാ പറയാം? ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ യൂറിൻ സാമ്പിൾ ഓഫ് ഡയബറ്റിക് പേഷ്യന്റ് ആൻഡ് നോർമൽ പേഴ്സൺ? എന്തായിരിക്കും? യെസ്, കീറ്റോൺ ബോഡി. അത്ര വലിയ കാര്യമൊന്നും പറയില്ല, ചെറിയ കാര്യങ്ങൾ പറ. ഗ്ലൂക്കോസ് ഉണ്ടാവില്ലേ? യെസ് ഓർ നോ? ഗ്ലൂക്കോസ് ഉണ്ടാവില്ലേ? യെസ്, യാ. ഷുഗർ, ഗ്ലൂക്കോസ് ഉണ്ടാവും. യെസ്, അതന്നെ ജീനത് പർവീൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, കീറ്റോൺ ഉണ്ടാവും, അതുകൊണ്ട് കീറ്റോണൂറിയ എന്ന് പറയും. അതുപോലെ ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ട് ഗ്ലൈക്കോസൂറിയ എന്ന് പറയും. ഓക്കെ, അതാണ് ഡയബറ്റിക് പേഷ്യന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഗ്ലൂക്കോസ് യൂറിൻ സാമ്പിളിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടോ ടെസ്റ്റ് ചെയ്താൽ മതി. ഗ്ലൂക്കോസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് നോക്കി. ആ ചെയ്ത ടെസ്റ്റ് ഒന്നുകൂടെ ആവർത്തിക്കുന്നത് മാത്രം. രണ്ട് സാമ്പിൾ, അതായത് രണ്ട് യൂറിൻ സാമ്പിൾ ഉണ്ടെങ്കിൽ ഒന്നിലുണ്ട്, അടുത്തതിൽ ഇല്ല എന്ന രൂപത്തിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സാധാരണഗതിയിൽ യൂറിൻ സാമ്പിളിനകത്ത് പ്രോട്ടീൻ വരാൻ പാടില്ല, ആൽബുമിൻ വരാൻ പാടില്ല. കാരണം കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ബ്ലഡിലുള്ള അമിനോ ആസിഡും ഗ്ലൂക്കോസ് ഒക്കെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമെങ്കിലും പ്രോട്ടീൻ മോളിക്യൂൾസ് വലിയ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഗ്ലോമറുള്ള ഫിൽട്രേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പഠിച്ചത്. ഓക്കെ, ഒക്കെ മറന്നുപോകാൻ പാടില്ല. അപ്പൊ എന്താ പറഞ്ഞത്? കിഡ്നിയിൽ നിന്ന് എന്ത് ഫിൽട്ടർ ആവില്ല? പ്രോട്ടീൻ ഫിൽട്ടർ ആവില്ല. എന്നാൽ ഒരു പേഷ്യന്റിന് അസുഖമുണ്ട്, ഫോർ എക്സാമ്പിൾ അയാൾക്ക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് പോലുള്ള അസുഖം വിചാരിക്കാം. ഓക്കെ, നെഫ്രോണിന്റെ ഇൻഫ്ലമേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ നെഫ്രോൺ എന്തുകൂടെ ഫിൽട്ടർ ചെയ്യും? പിന്നെ പ്രോട്ടീൻ കൂടെ ഫിൽട്ടർ ചെയ്യും. ആ പ്രോട്ടീൻ എവിടെ കാണും? യൂറിനിൽ കാണും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ യൂറിൻ സാമ്പിളിനകത്ത് പ്രോട്ടീൻ കാണുക എന്ന് പറയുന്നത് അയാൾക്ക് എന്തോ അബ്നോർമാലിറ്റി ഉണ്ട്, കിഡ്നിക്ക് കംപ്ലൈന്റ് നോക്കിയാണ് അർത്ഥം. അതുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂറിൻ സാമ്പിൾ വിത്ത് ആൽബുമിൻ. യൂറിനിനകത്ത് ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കുക, അതും ഒരു ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും ബയോകെമിക്കൽ ടെസ്റ്റ് 5 എണ്ണം. ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്, ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ, ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്, ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂറിൻ സാമ്പിൾ ഓഫ് ഡയബറ്റിക് പേഷ്യന്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂറിൻ സാമ്പിൾ വിത്ത് ആൽബുമിൻ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബയോകെമിക്കൽ ടെസ്റ്റ് കഴിയും. അടുത്തതിലേക്ക് വരുന്നു ആരാ? സ്ലൈഡ് പ്രിപ്പറേഷൻ. അപ്പൊ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് തൽക്കാലം എഴുതി വെക്കുക. നമുക്ക് ലാബിനകത്ത് കയറിയിട്ട് കൃത്യമായിട്ട് ചെയ്യാനുള്ളതാണ്. 2 ടൈപ്പ് സ്ലൈഡാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഒന്ന് നോക്കിക്കോളൂ. ഒന്നാരാണ്? പ്രിപ്പറേഷൻ ഓഫ് ടെമ്പററി സ്റ്റെയിൻഡ് സ്ലൈഡ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് മാൻ. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ചീക്ക് എപ്പിത്തീലിയം ഉണ്ട്. നേരത്തെ ടിഷ്യൂവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയം മീൻസ് ചീക്ക് എപ്പിത്തീലിയമാണ്, അതായത് ചീക്കിന്റെ ഉൾഭാഗത്തുള്ള എപ്പിത്തീലിയം. അവിടെ നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുത്തുകൊണ്ട് അത് ബക്കൽ സ്മിയർ പ്രിപ്പറേഷൻ എന്ന് പറയാം. ടെസ്റ്റ് നമ്മുടെ സ്ലൈഡിലേക്ക് അത് അല്പ സ്ക്രാപ്പിംഗ് എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് അതിനകത്തേക്ക് മെത്തിലിൻ ബ്ലൂ സൊല്യൂഷൻ ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പിലൂടെ കാണും. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സെല്ലാണ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതില് ഈ ഡയഗ്രാം ഓൾ ഓഫ് യു ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റിക്കരുത്. ഞാനിവിടെ പ്രത്യേകം ആ ഡയഗ്രത്തിന്റെ താഴെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ടു ബി ഡ്രോൺ ഓൺ LHS ഓഫ് റെക്കോർഡ്. എന്ന് വെച്ചാൽ ഡയഗ്രാം നിങ്ങൾ എവിടെ വരച്ചാൽ മതി? ലെഫ്റ്റ് സൈഡിൽ വരച്ചാൽ മതി. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് പേജ് ഉണ്ടല്ലോ, ആ ബ്ലാങ്ക് പേജിലാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് വെറുതെ PDF അയച്ചു തരുന്നതിന് പകരമായിട്ട് ഇങ്ങനെ മീറ്റിംഗ് വിളിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് പറയാനുള്ള കാരണം ഇതാണ്, നിങ്ങൾ തെറ്റിക്കരുത് കൊണ്ടാണ്. കൃത്യമായിട്ട് യൂണിഫോം ആയിട്ട് റെക്കോർഡ് വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ സ്ലൈഡ് പ്രിപ്പറേഷനെ കുറിച്ച് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഡയഗ്രാം വരയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അടുത്തത് ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ ആണ്. കാണാം, ഞാനത് ആ ഡയഗ്രാം നിങ്ങൾക്ക് പിന്നെ റൂൾഡ് പേജിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. പക്ഷേ റൂൾഡ് പേജിലായിട്ടല്ല ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പിന്നീട് ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. കാരണം നേരത്തെ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നില്ല, ഈ ബ്ലഡിന്റെ ഇടക്കാലത്ത് കോവിഡ് കാലത്ത് ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ടാണ് റെക്കോർഡ് ലാബൽ മാനുവൽ മാറിപ്പോയത്. പിന്നെ ഇത് തിരിച്ചു വന്നതാണ്. ഏതായാലും കുഴപ്പമില്ല. ഇതും ലൈൻഡ് പേപ്പർ തന്നെ എഴുതേണ്ടത്. ഇവിടെയും താഴെ നിങ്ങൾക്ക് ഡയഗ്രാം കാണാം. ഡയഗ്രത്തിൽ എന്തൊക്കെയുള്ളത്? RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, WBC പല ടൈപ്പ് ഉണ്ട്. ആരൊക്കെ? ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാംസും വരേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഈ ഡയഗ്രാം വരേണ്ടത് എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ,
ഇനി വരുന്ന ജെനറ്റിക്സ്. ജെനറ്റിക്സില് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളതാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളെങ്ങനെയാണ് അതും വരയ്ക്കേണ്ടത് എവിടെയാണ്, കൺഫ്യൂഷൻ ആവരുത്. എല്ലാ എഴുത്തും വരുന്നത് റൂൾഡ് പാർട്ട് തന്നെയാണ്, റൂൾഡ് പാർട്ട് തന്നെയാണ് എഴുതേണ്ടത്, ഇൻ റൂൾഡ് പേജ്, സംശയം വേണ്ട. ഓക്കെ, ഓക്കെ എന്താ പറഞ്ഞ വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, എന്താ പറഞ്ഞത്, റൂൾഡ് പേജിൽ തന്നെ എഴുതുന്നു. റൂൾഡ് പേജിൽ എയിം, ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾക്കൊരു ടേബിൾ പോലെ അല്ലെങ്കിൽ കുറച്ച് സിമ്പിൾസ് ഒക്കെ കാണാം. ആ സിമ്പിൾസ് ഒക്കെ അതേപോലെ തന്നെ വരച്ചു വെക്കുക. ദെൻ കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് പറയുന്നു. ഇനി അവിടെ താഴെ ഒരു കാര്യം പറയുന്നുണ്ട്, പേസ്റ്റ് എ ഡയഗ്രാം ഓഫ് പെഡിഗ്രി ഓഫ് കളർ ബ്ലൈൻഡ്നെസ് ഇൻ ദ LHS ഓഫ് റെക്കോർഡ്. അത് നിങ്ങളിപ്പോ കൺഫ്യൂഷൻ ആവേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെഡിഗ്രി എന്നുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. കളർ ബ്ലൈൻഡ്നെസിന്റെ പെഡിഗ്രി കാണിക്കുന്ന ഇതുപോലെ ചില സിമ്പിൾ ഒക്കെ വെച്ചുകൊണ്ട് കളർ ബ്ലൈൻഡ്നെസ് സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രാം നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് തരും. ഓക്കെ, ഐ റിപ്പീറ്റ്, പ്രിന്റ് ഔട്ട് എടുത്ത് തരും. അത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. അത് പിന്നീട് ചെയ്യേണ്ട കാര്യമാണ്, ഇപ്പോൾ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട. ദെൻ നമ്മൾ അവസാന ഭാഗത്തേക്ക് വരുന്നു. രണ്ട് കാര്യങ്ങൾ കൂടെയുള്ള എവല്യൂഷൻ, ഹ്യൂമൻ ഡിസീസും ആണ്. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാണ്, ഹെഡിങ് കൊടുക്കുക നിങ്ങളുടെ പേജിൽ തന്നെ. അടുത്ത റൂൾഡ് പേജിൽ തന്നെ സ്റ്റഡി ഓഫ് ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻ. നിങ്ങൾ നേരത്തെ എവല്യൂഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. എന്താ പറയുക, ഹോമലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ സെയിം എന്താ പറയാ സ്ട്രക്ചർ ഉണ്ട്, എന്നാൽ ഡിഫറെന്റ് ഫംഗ്ഷനുള്ള പല ഓർഗൻസും പല ആനിമൽസിലും കാണാം. നമ്മുടെ ഹ്യൂമൻ ഹാൻഡ് പോലെ തന്നെയാണ് മറ്റ് മാമൽസിന്റെ ഫോർലിംസും വരുന്നത്. അതൊക്കെ എവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് ആണ്. എവല്യൂഷൻ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും, അങ്ങനെ തെളിവായിട്ട് പറയാൻ പറ്റും, എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ അനലോഗസ് ഓർഗൻസ് ഉണ്ട്. അനലോഗസിന്റെ ഓർഗന്റെ പ്രത്യേകത സെയിം ഫംഗ്ഷൻ ആയിരിക്കും, ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ബട്ടർഫ്ലൈസിലും വിങ്സ് ഉണ്ട്, അതേപോലെ ബേർഡ്സിലും വിങ്സ് ഉണ്ട്. എന്നാൽ രണ്ടിന്റെയും സ്ട്രക്ചർ വ്യത്യാസമാണ്, പക്ഷെ രണ്ടിന്റെയും ഫംഗ്ഷൻ സെയിം അല്ലേ, പറക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അതാണ് അനലോഗസ് ഓർഗൻ. അപ്പൊ ഇതും നിങ്ങൾ നോട്ട് റൂൾഡ് പാർട്ടിലാണ് വരയ്ക്കേണ്ടത്, എഴുതേണ്ടത്, റൂൾഡ് പാർട്ടിൽ എഴുതുക. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെയും ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസിന്റെയും ഡയഗ്രാംസ് നിങ്ങൾക്ക് ഒട്ടിക്കാനുണ്ട്. നിങ്ങൾക്ക് പിന്നീട് സ്കൂളൊക്കെ തുറന്നതിന് ശേഷം തരും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ റെക്കോർഡ് വരുന്നു, ആരാ, കോമൺ ഹ്യൂമൻ ഡിസീസസ്. കോമൺ ഹ്യൂമൻ ഡിസീസ്. ഓക്കെ, അപ്പൊ കോമൺ ഹ്യൂമൻ ഡിസീസസ് എന്നുള്ള ഈ ഹെഡിങ് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് നിങ്ങൾ ഡിസീസിന്റെ ഭാഗമായിട്ട് മലേറിയ പഠിക്കാനുണ്ട്. റൂൾഡ് പേജിൽ എഴുതുക. മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ഒരു ഡയഗ്രാം ഒട്ടിക്കാനുണ്ട്. അത് പിന്നീട് തരും, ഇപ്പൊ മൈൻഡ് ചെയ്യേണ്ട. അതൊക്കെ ഞാനിവിടെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി കൊടുത്തു വെച്ചാണ്. ഇനി അതേപോലെ തന്നെ അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ അമീബിയാസിസ് എന്നുള്ള അസുഖമാണ് അല്ലെ, അത് ഉണ്ടാക്കുന്ന ഒരു പാത്തോജൻ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ പാത്തോജന്റെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നു, സിംറ്റം കൊടുക്കുന്നു. ഈ പാത്തോജന്റെ ഒരു ഡയഗ്രാം തരും, അത് നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാം, വരക്കണ്ട. ഇനി അതേപോലെ അസ്കാരിയാസിസ് ഉള്ള, നിങ്ങൾ നേരത്തെ അസ്കാരിയസ് പഠിച്ചിട്ടുണ്ട്, ഒരു ആഷ്വൽമിന്ത് ആണ് അല്ലെ, അതുണ്ടാക്കുന്ന അസുഖമാണ് അസ്കാരിയാസിസ്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം എഴുതുന്നു, അത് എന്താ പറയാ ഡയഗ്രാം ആയിട്ട് ഒട്ടിച്ചു നോക്കാം. ഇനി റിംഗ് വേം, നമ്മുടെ വട്ടച്ചൊറി എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, അതുണ്ടാക്കുന്ന പാത്തോജന്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വട്ടച്ചൊറിയുടെ ഒരു ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ട് സ്കാൽപ്പിലും മറ്റൊക്കെയുള്ള വട്ടച്ചൊറിയെ സൂചിപ്പിക്കുന്ന, റിംഗ് വേം സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രാം ഉണ്ട്, അതിന്റെയും ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ ഒട്ടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വൺസ് അഗൈൻ നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം, വേഗം 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 അല്ലെ. എന്തൊക്കെയുണ്ട്, ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്, ദെൻ പ്രോട്ടീൻ ഉണ്ട്, ദെൻ എന്താണ് സ്റ്റാർച്ച് ടെസ്റ്റ് ഉണ്ട്, ദെൻ എന്താണ് യൂറിൻ സാമ്പിൾ ഓഫ് ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ട്, ദെൻ യൂറിൻ സാമ്പിൾ വിത്ത് ആൽബുമിൻ ഉണ്ട്. ഓക്കെ, ദെൻ സ്ലൈഡ് പ്രിപ്പറേഷനിൽ ചീക്ക് ഉണ്ട്, സ്ലൈഡ് പ്രിപ്പറേഷനിൽ ബ്ലഡ് ഉണ്ട്. ഓക്കെ, ദെൻ ജെനറ്റിക്സിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ജെനറ്റിക്സിൽ മാത്രമേ ഉള്ളൂ. എവല്യൂഷനിൽ ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻ ഉണ്ട്. ഓക്കെ, ഡിസീസസില് മലേറിയ, ദെൻ എന്താ പറയാ അമീബിക് ഡിസെൻട്രി, ദെൻ എസ്കാരിയാസിസ്, ദെൻ റിംഗ് വേം. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് 13 കാണും, 13. ഓക്കെ, അപ്പൊ ഈ 13 എഴുതി വെക്കാനുള്ളതാണ്. ഇതൊക്കെ റൂൾഡ് പാർട്ടിലാണ് വരുന്നത്. ഇതൊക്കെ എഴുതേണ്ടത് പേന ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയ റെക്കോർഡ്. ഇനി നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റെക്കോർഡിൽ പിന്നെ ഒരു പണി കൊടുക്കാനുണ്ടാവില്ല. എവറിത്തിങ് വിൽ ബി ക്ലിയർ. അപ്പൊ സെക്കൻഡ് ഇയർ വളരെ ലാവിഷായി, സൗകര്യപൂർവ്വം. ഓക്കെ,
നിങ്ങൾ എന്താ പറയാ സുവോളജിയെ കുറിച്ചൊന്നും മൈൻഡ് ചെയ്യാനില്ലാതെ പ്രാക്ടിക്കലിന്റെ സമയത്ത് വളരെ കുറച്ച് പ്രാക്ടിക്കൽസ് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട കാര്യത്തിൽ അറിയാം എന്ത് സുവോളജി പ്രാക്ടിക്കൽ എന്താ ചെയ്യാനുള്ളതെന്ന്. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ, ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ് ഇതൊക്കെ ഡയഗ്രാം കണ്ടതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ജോയിൻസ് അല്ലെ, അതും എന്താ പറയാ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാബിൽ ജസ്റ്റ് മോഡൽ കാണാനേ ഉള്ളൂ. അതേപോലെ ഹാർട്ട്, കിഡ്നി കാര്യങ്ങളൊക്കെ മോഡൽ കാണാനേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ ലാബിൽ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ സ്ലൈഡുകൾ ഏതൊക്കെ, പിന്നെ ടിഷ്യൂസിന്റെ സ്കെലിറ്റൽ മസിൽ, നോൺ സ്ട്രൈറ്റഡ് മസിൽ, അതേപോലെ തന്നെ കാർഡിയക് മസിലൊക്കെ സ്ലൈഡുകൾ മൈക്രോസ്കോപ്പിൽ കാണണം. എംബ്രിയോളജിയുടെ സ്ലൈഡുകൾ മൈക്രോസ്കോപ്പിൽ കാണണം. അതൊക്കെ കാണലാണ്, നിങ്ങൾ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇനി പിന്നെ ആകെപ്പാടെ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഗ്ലൂക്കോസിന് ടെസ്റ്റ് ചെയ്യാനുണ്ട്, പ്രോട്ടീന്റെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. വളരെ സിമ്പിൾ, ഒറ്റ തവണ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സ്റ്റാർച്ചിന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതേ ടെസ്റ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ യൂറിൻ സാമ്പിൾ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കും. സെയിം ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യലാണ്. ഇനി അതേപോലെ ചീക്സിൽ എപ്പിത്തീലിയം ചെയ്യാനുണ്ട്. ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. ബാക്കി എന്താ പറയാ ആ റിംഗ് വേം ആണെങ്കിലും മലേറിയൽ പാരസൈറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഡയഗ്രാം വെച്ച് പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, ജെനറ്റിക്സിന്റെ ഭാഗത്ത് വരുന്ന കളർ ബ്ലൈൻഡ്നെസ് ഡയഗ്രാം വെച്ച് പഠിക്കാനേ ഉള്ളൂ. അതേപോലെ തന്നെ എവല്യൂഷന്റെ കാര്യത്തിലും ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് ഡയഗ്രാം വെച്ച് പഠിക്കാനേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ആകെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലാബിനകത്ത് കയറിയിട്ട് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം റെക്കോർഡ് വർക്കാണ്. ആ റെക്കോർഡ് വർക്കാണ് നമ്മൾ ഈ വെക്കേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് എന്താ പറയാ ഇതുവരെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഡയഗ്രാംസ് ഒക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ അവസരം തരുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ എനിക്ക് റെക്കോർഡ് വരയ്ക്കുന്ന സമയത്തുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, ഒന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ അവസരം തരും. ഓക്കെ, ഓക്കെ, വെൽക്കം ബാക്ക്. ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങള് നമ്മുടെ റൂൾഡ് പാർട്ട് എത്തുന്നത് വരെ മുഴുവൻ കാര്യങ്ങളും പെൻസിൽ കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്താ മീനിങ്? ഡയഗ്രാം വരേണ്ടത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നോട്ട്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രയെ കുറിച്ച്, എസ്കാരിസിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ എർത്ത് വർമിനെ കുറിച്ചൊക്കെ നോട്ട്സ് ഉണ്ടാകും. അതും എഴുതേണ്ടത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോ ഈ നമ്മുടെ റെക്കോർഡ് ബുക്ക് ഫോർ എക്സാമ്പിൾ ഇതാണെന്ന് കണക്കാക്കുക. ഈ റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഭംഗിയായിട്ട് ഒരു ബോർഡർ വരക്കുക. രണ്ട് സൈഡിലും ബോർഡർ വരച്ചിട്ട് അതിനകത്താണ് നിങ്ങൾ ഇത് വേണ്ടത്. നിങ്ങൾ ചിത്രം വരച്ചതിന് ശേഷം ബോർഡർ വരച്ചാലും കുഴപ്പമില്ല, ആദ്യം ബോർഡർ വരച്ച് ചിത്രം വരച്ചാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ബോർഡർ വരക്കുക. അത് ബോർഡർ ഭംഗിയായിട്ട്. ബോർഡർ അതിനകത്ത് ഇല്ലല്ലോ, പേജിൽ ബോർഡർ ഉണ്ടോ? ഞാൻ ഈ വർഷത്തെ റെക്കോർഡ് കണ്ടില്ല. ഉണ്ടോ? ബോർഡർ ഉണ്ട്. അതിനകത്ത് പണിയില്ല. ബോർഡർ ഉണ്ട്. യെസ്, ബോർഡർ അവിടെ ഉണ്ടെങ്കിൽ ആ ബോർഡറിനകത്ത് അതിനുള്ളിലാണ് ഇത് വരിക. രണ്ട് സൈഡിലുണ്ടോ ബോർഡർ? ബോത്ത് സൈഡ്. യെസ്, ഗുഡ്. അപ്പം ബോർഡറിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തുമാത്രം? ഓൺലി പെൻസിൽ. പേന കൊണ്ട് വരച്ചു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർ വരച്ചത് പേന കൊണ്ടാണ്, ലാബലിംഗ് തെറ്റിപ്പോയി, ലാബലിംഗ് പേനയായി പോയി അല്ലെ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ലേ, പ്രത്യേകിച്ച് പറയണം. ഇനി അടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ഫസ്റ്റ് പേജ് ഇങ്ങനെ എടുത്തു. അവിടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് പേജ് ആണ്. അടുത്ത 4 പേജ് ഇൻഡെക്സ് ആണ്. ഇപ്പൊ ഒന്നും എഴുതണ്ട, നമ്മൾ പിന്നീട് എഴുതിയാൽ മതി. ഇൻഡെക്സ് ഞാൻ കൃത്യമായിട്ട് തരും. ഓക്കെ, ആ ഇൻഡെക്സ് കഴിഞ്ഞു. ഇവിടെ ഇൻഡെക്സ് കഴിഞ്ഞു വിചാരിച്ചോളൂ. അടുത്ത പേജിൽ നമ്മൾ എന്ത് എഴുതി? +1 ക്ലാസ് 11 പ്രാക്ടിക്കൽസ് എഴുതി. അടുത്ത പേജിൽ ഇവിടെ ഒന്നുമില്ല, ഇവിടെ എന്ത് എഴുതി? ഇൻവെർട്ടിബ്രേഷൻ എഴുതി. അടുത്ത പേജ് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഉണ്ട്. ഹൈഡ്ര വരച്ചു, നോട്ട്സ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അടുത്ത ഫാഷ്യോള വരച്ചു, നോട്ട്സ് ഇവിടെ ഉണ്ടാവും.
ഓക്കെ, അടുത്തത് അസ്കാരിസ് വരച്ചു, നോട്ട്സ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ വരച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ പെൻസിൽ ഉപയോഗിച്ചാൽ വരക്കേണ്ട, ഷാർപ്പ് പെൻസിൽ ഉപയോഗിക്കുക, നല്ല നീറ്റ് ആയിട്ട് വരക്കുക. പിന്നെ ഇത് നിങ്ങൾ എങ്ങനെ വരക്കും നോക്കും, നിങ്ങൾ സൗകര്യം പോലെ വരക്കാം കേട്ടോ. നിങ്ങൾ ഏത് രൂപത്തിൽ വരക്കുന്നു ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രിന്റ് എടുത്ത് അതിനെന്ത് ചെയ്യാൻ ട്രേസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിത്രം വരച്ചു പഠിക്കേണ്ട കുറച്ച് ഡയഗ്രാംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഡയഗ്രാം വരച്ചു പഠിക്കേണ്ട വേണം. ഫോർ എക്സാമ്പിൾ, കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഫ്രോഗ് വിസറ, ദെൻ ടിഷ്യൂസ്, ദാറ്റ് മീൻസ് മസിൽസിന്റെ ഡയഗ്രാം, കാർഡിയാക്ക്, അതുപോലെ സ്ട്രൈറ്റ് നോൺ സ്ട്രൈറ്റ് മസിൽ ഒക്കെ. ദെൻ വരുന്നത് എംബ്രിയോളജി ഡയഗ്രാംസ്, ആരൊക്കെ, ഓവറി, ടെസ്റ്റിസ്, ബ്ലാസ്റ്റോല പോലുള്ള ഡയഗ്രാംസ്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് വരച്ചു പഠിക്കണം, അതേപോലെ തന്നെ ചീക്ക് സെൽ വരച്ചു പഠിക്കണം. ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, അതല്ലാതൊക്കെ നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി ആകെ 10 വരച്ചു പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലാവിഷ് ആയിട്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ വരച്ചാൽ മതി. സ്വന്തമായിട്ട് വരക്കുക, ഒരാൾ കൊണ്ട് വരപ്പിക്കരുത് പ്ലീസ്. ഓക്കെ, പിന്നെന്താ, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ നിർദ്ദേശം വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ നോട്ടൊന്ന് കാണണേ, ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രയുടെ പടം വരയ്ക്കുക. ഇവിടെ ഹൈഡ്രയുടെ പടം വരയ്ക്കും. അപ്പൊ ഇവിടെ ഹൈഡ്രയുടെ പടം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ പെൻസിൽ കൊണ്ട് കുഴിച്ച് വരച്ചു കഴിഞ്ഞാല്, അല്ലെ, ഇവിടെ ഒരു ഹൈഡ്ര വരച്ചു. ഇത് യഥാർത്ഥ വരച്ച ഹൈഡ്രയാണ്. ഇനി ഈ പേജ് അങ്ങനെ തന്നെ കുഴിഞ്ഞ് ഇവിടെ ഒരു ഹൈഡ്ര വന്നിട്ടുണ്ടാവും. ഇവിടെ ആക്ച്വലി ഫാഷ്യോളുടെ നോട്ട് എഴുതേണ്ട സ്ഥലമാണ്, അവിടെ ഹൈഡ്ര വന്നിട്ടുണ്ടാവും. കൂടാതെ ഹൈഡ്രയുടെ ഒരു നല്ല ഇമേജ് അല്ലെങ്കിൽ ഒരു ട്രേസ് ചെയ്ത പോലെ ഒരു ഭാഗം ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ 1-2 പേജസിലൊക്കെ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കണ്ടോളൂ, ഇതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ മീറ്റിംഗ് വിളിച്ചത്. ഇവിടെ ഹൈഡ്ര വരയ്ക്കുന്ന സമയത്ത് ഈ പേജിന്റെ അടിഭാഗത്ത്, ഇവിടെയാണ് ഹൈഡ്ര വരയ്ക്കുന്നത്. ഈ പേജിന്റെ അടിഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വീട്ടിൽ ചിലപ്പോൾ എക്സ്റേ ഫിലിം ഒക്കെ ഉണ്ടാകും. ആരുടെങ്കിലും കാല് പൊട്ടി, കൈ പൊട്ടി, അങ്ങനെയൊക്കെ എന്താണ് എവിടെയെങ്കിലും, അല്ലെ, അങ്ങനെ എക്സ്റേ ഫിലിം ഉണ്ടെങ്കിൽ അത് വെക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഷോപ്പിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിൽ പോയിട്ട് ഒരു OHP ഷീറ്റ് എന്ന് പറഞ്ഞ, ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഗ്ലാസ് പെയിന്റിംഗ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഉപയോഗിക്കുന്ന ഷീറ്റ് ഉണ്ട്, OHP ഷീറ്റ്, ട്രാൻസ്പെറന്റ് ആയ ഷീറ്റ്, കുറച്ച് കട്ടികൾ, ഒന്നുകിൽ അത് വാങ്ങും. ഓക്കെ, ഇനി അല്ലെങ്കിൽ എക്സ്റേ ഷീറ്റ് ഈസ് ബെസ്റ്റ്, അല്ലെ, അല്ലെങ്കിൽ സ്കാൻ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന MRI ഒക്കെ ഉണ്ടാവും. അതിവിടെ അടിയിൽ വെച്ചു കൊടുക്കും. ഇത് അടിയിൽ വെച്ചാലുള്ള ഗുണം എന്താ, കാണുന്നുണ്ടോ? അടിയിൽ വെച്ചു കൊടുക്കുക. അടിയിൽ വെച്ചാലുള്ള ഗുണം എന്താ, നിങ്ങൾ ഇവിടെ എന്ത് വരച്ചു കഴിഞ്ഞാലും ഈ പേജ് കൊഴിഞ്ഞു പോവുകയില്ല, അതിന്റെ ട്രേസ് ചെയ്തിരിക്കുന്ന ഭാഗം ഇവിടെ വരികയില്ല. ഓക്കെ, വരികയില്ല. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്താ പറയാ, ചിത്രം വരയ്ക്കാൻ. അതെല്ലാ ഭാഗത്തും അവസാനം വരെ നിങ്ങൾ അത് ഉപയോഗിച്ചോളാം. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുന്നു, റൂൾഡ് പേജിലെത്തുന്നു. റൂൾഡ് പേജ് എത്തിക്കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. അതിനിടയിൽ ബ്ലഡ് സെൽ, ചീക്ക് സെൽ പോലുള്ള സെല്ലുകൾ വരക്കാനുണ്ട്, അത് മാത്രം പെൻസിൽ കൊണ്ട് വരക്കുക. ഓക്കെ, ഡയഗ്രാം വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിക്കണം. അതിന്റെ ലാബലിംഗ് പെൻസിൽ കൊണ്ട് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അവിടെ പേന ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അവിടെ നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. ബെറ്റർ അവിടെ ഡയഗ്രവും അതേപോലെ തന്നെ ലാബലിംഗ് പെൻസിലിന് ഉപയോഗിക്കുക. അവിടെ ചീക്ക് സെൽ പ്രിപ്പറേഷന്റെ നോട്ട്സ് എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പിന്നെ പേന കൊണ്ട് എഴുതണം. അതേപോലെ ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷന്റെ കാര്യം എഴുതുമ്പോൾ ചീക്ക് സെല്ലിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നോട്ട്സ്, ഗ്ലൂക്കോസിന് ടെസ്റ്റ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഹോമോലോഗസ് ഓക്കൻ, അനലോഗസ് ഓക്കൻ, ജനറ്റിക്സിലെ കളർ ബ്ലൈൻഡ്നസ് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ യു ക്യാൻ യൂസ് പെൻ. ഓക്കെ, പെൻ ഉപയോഗിക്കും. ബ്ലൂ ഓർ ബ്ലാക്ക്. ഓക്കെ, ഒരു എല്ലാവരും ബ്ലൂ ഓർ ബ്ലാക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിച്ചു, കുഴപ്പമൊന്നും. ഓക്കെ, പിന്നെ അവിടങ്ങളിലുള്ള ഹെഡിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡ് കൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. റെഡ് കൊണ്ട് എഴുതണ്ട, റെഡ് കൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. ആദ്യ ഭാഗത്തെല്ലാം പെൻസിൽ ആയതുകൊണ്ട് അവിടെ പിന്നെ റെഡിന്റെ കാര്യമൊന്നും വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, യു ക്യാൻ unmute and speak, otherwise I will check in chat box. ഇപ്പോഴും എത്ര പേരുണ്ട്? 79. ഓക്കെ, ഫൈൻ. ചോദിക്കാം എന്താ പട്ടുറുക്ക് PDF വരും, നിന്നെ കാണാൻ നോക്കുന്നത്. ക്രമം നിങ്ങൾ റെക്കോർഡിൽ തന്നെ എഴുതി വെച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ആ ക്രമത്തിൽ തന്നെയാണ് ഞാൻ തരിക. എന്നിരുന്നാലും എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. പറ. വേഗം 1 മണിക്കൂർ കഴിഞ്ഞാൽ 1 മണിക്കൂറായി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒരു വർഷത്തെ റെക്കോർഡിന് മൊത്തം വർക്കുകളാണ് പറഞ്ഞത്. Is there need a leaving a page before writing class 12? No need. നിങ്ങൾ അധികം വിട്ടുനോക്കിയാൽ ചിലപ്പോൾ അവസാനം പേജ് ഉണ്ടാകും. അങ്ങനെ ചില പ്രശ്നമൊക്കെ വരും. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോട്ടെ. എനിത്തിങ് എൽസ്? ഞാൻ ഈ പറഞ്ഞതൊന്നും ചുമ്മാ അല്ല കേട്ടോ. അടുത്ത് ഇങ്ങനെ കുഴിച്ചു വെച്ച് വരച്ചു കൊണ്ടുവരുന്നേ. നിങ്ങളൊക്കെ അടിയിൽ ഞാൻ പറഞ്ഞ ഷീറ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ വരക്കുക. സംസാരിക്കാട്ടോ. നിങ്ങള് അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. വേറെന്താ? ഇനി ഒരു പക്ഷേ വരച്ചു തുടങ്ങിയാലാണ് നിങ്ങൾക്ക് സംശയം വരിക. ആ സമയത്ത് നിങ്ങൾ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ചോദിച്ചാൽ മതി. വാട്സപ്പിൽ ചോദിച്ചാലും മതി. ഞാൻ ഇതിനെ മീറ്റിംഗ് തുടങ്ങിയ ശേഷം വാട്സപ്പ് നോക്കിയിട്ടില്ല. പല ആൾക്കാരും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല സർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അറിഞ്ഞൂടാ. വേഗം. വേറൊന്നും ചോദിക്കാനില്ലേ? സ്വർണോ പോയെല്ലാരും? ക്ലിയർ ആയിട്ടുണ്ടോ? പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടോ? എല്ലാം ഓക്കെ ആണോ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഫാത്തിമ അലിയ പറയുന്നു. യെസ്. മിസ്ബ പറയുന്നു. ഓക്കെ. തസ്നീം പറയുന്നു. ഷനൂഹ പറയുന്നു. ഓക്കെ. ഒപ്പോ പറയുന്നു. ഒപ്പോ പറയൂല, ഒപ്പോ ഉപയോഗിക്കുന്ന ആള് പറയുന്നു. ഷിഫ അഷ്റഫ്, ഹംദ CP. ഓക്കെ. ഐഷനൂഹ, എവറിത്തിങ് ക്ലിയർ എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു പെൻസിൽ ഉപയോഗിക്കേണ്ട കാര്യം പറഞ്ഞു, പേപ്പർ അല്ലെങ്കിൽ ഒരു ഷീറ്റ് വെക്കേണ്ട കാര്യം പറഞ്ഞു, ക്രമം പറഞ്ഞു തന്നു. ഓക്കെ. ഇതൊക്കെയാണുള്ളത്. ഓക്കെ. ഫർഹാത്ത് തസ്നി, ദിൽന VP, എവരിവൺ സേസ് ഇറ്റ് ഈസ് ക്ലിയർ, എവറിത്തിങ് ഓക്കെ എന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇന്നത്തെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ എന്താ പറയാ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് PDF ഷെയർ ചെയ്യുന്നുണ്ട്. PDF ഷെയർ ചെയ്യും. പിന്നെ സോ നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ വരച്ചു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നിങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ, ഫസ്റ്റ് ഡേ വെക്കേഷൻ കഴിഞ്ഞുള്ള റീഓപ്പണിംഗ് ഡേ അല്ല, അടുത്ത ദിവസം വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റഡ് റെക്കോർഡായിട്ട് വരണം. സുവോളജി അതോടെ അവസാനിപ്പിക്കും. പിന്നീട് ജൂൺ ജൂലൈ മാസത്തിലൊന്നും ഈ പരിപാടി നമ്മൾ റെക്കോർഡ് ബുക്കുമായിട്ട് ഇരിക്കില്ല. റെക്കോർഡിന്റെ ബുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് യാതൊരു തരത്തിലുള്ള എന്താ പറയാ താമസവും വരുത്തരുത്. നിങ്ങൾ കൃത്യമായിട്ട് എന്താ പറയാ വെക്കേഷൻ ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി. നിങ്ങൾ ഞാൻ പറഞ്ഞു 34 ഡയഗ്രാംസ് ഉണ്ട്, 13 റൈറ്റിംഗ് പാർട്ട് ഉണ്ട്. അതൊക്കെ വരുമ്പോൾ ഏതായാലും നിങ്ങൾ 2 3 ഡയഗ്രാംസ് ഒക്കെ ഡെയിലി അങ്ങ് വരച്ചാൽ മതിയാകും. അതിനപ്പുറം വേണ്ട, അല്ലെ?
അതങ്ങ് വരച്ച് ചെറിയ അല്ലെ എന്റെ നോട്ട്സ് ഒക്കെ എഴുതി അങ്ങനെ പോയാൽ മതി. അപ്പൊ തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റെക്കോർഡിൽ കാണാൻ പറ്റുന്ന പ്രതീക്ഷ. പിന്നെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഡയറക്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൗൺ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം കവർ ദ റെക്കോർഡ് ബുക്ക് വിത്ത് എ ബ്രൗൺ പേപ്പർ ദെൻ സബ്മിറ്റ്. ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കുന്ന നമ്മുടെ പരിപാടി. ഏതായാലും അല്ലെ അതിന്റെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ എന്താ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. റെക്കോർഡിങ്സ് ഉണ്ട്, മേ ബി റെക്കോർഡിങ്സ് ഷെയർ ചെയ്യാം. ഓക്കെ.